കർത്താവുതങ്കം ഗംഭീരനാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടു സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയ സന്തോഷം എത്രയ സന്തോഷം എത്രയ സന്തോഷം മധ്യാകാശത്തിൽ എത്രയ സന്തോഷം എത്രയ സന്തോഷം എത്രയ സന്തോഷം മധ്യാകാശത്തിൽ. സുഭാഷിതം ഉത്തമഗീതം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. അതാ എന്റെ പ്രിയന്റെ സ്വരം, അവൻ മലകളിന്മേൽ ചാടിയും കുന്നുകളിന്മേൽ കുതിച്ചും കൊണ്ടുവരുന്നു. ഇസ്രയേൽ രാജാവായിരുന്ന ശലോമോൻ രചിച്ച 1005 ഗീതങ്ങളിൽ 13 ലഘുഗീതങ്ങൾ അടങ്ങിയിരിക്കുന്ന പുസ്തകമാണ് ഉത്തമഗീതം. ചരിത്രപരമായി നോക്കുമ്പോൾ ശലോമോൻ രാജാവും ഒരു ഇടയ ബാലികയും തമ്മിലുള്ള സ്നേഹത്തെയും വിവാഹ ബന്ധത്തെയും ചിത്രീകരിക്കുന്നു. ഇതൊരു കവിതാ സമാഹാരമായതുകൊണ്ട് കാവ്യ ഭാവനകൾ ഇതിൽ കാണുവാൻ കഴിയും. നാം സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചിരുന്നപ്പോൾ പോയംസ്, കവിതകൾ നാം പഠിച്ചിട്ടുണ്ടാവും. അതിൽ കവിയുടെ ഭാവനകൾ, ഉപമ, അലങ്കാരം, താളം, പ്രാസം ഇവയും കൂടൊക്കെ പഠിച്ചത് ഓർക്കുമായിരിക്കും. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഗീതങ്ങളിലും കാണുവാൻ കഴിയും. ഇതൊരു സംഗീത നാടകമാണ്. ഇതിൽ നായകനും നായികയുമുണ്ട്. അവരെ പ്രിയനെന്നും പ്രിയ എന്നുമാണ് അഭിസംബോധന ചെയ്തിട്ടുള്ളത്. പ്രധാനമായും ഉത്തമഗീതത്തിന് 4 തരത്തിലുള്ള വ്യാഖ്യാന രീതികൾ വേദപണ്ഡിതാക്കന്മാർ പറയുന്നു. അതിനെക്കുറിച്ച് അല്പമായൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. 1-ാമത്തെ രീതി അക്ഷരാർത്ഥം അല്ലെങ്കിൽ പദാനുപദത്തിന്റെ അർത്ഥത്തിൽ, ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ. ഇവിടെ പറഞ്ഞാൽ ശലോമോനും ശൂലേമിയും തമ്മിലുള്ള സ്നേഹബന്ധം. ഈ കവിതകൾ വാച്യാർത്ഥമാണെങ്കിൽ അങ്ങനെ രണ്ടുപേരുടെ സ്നേഹബന്ധത്തെ വേദപുസ്തകത്തിൽ ചേർക്കേണ്ട ആവശ്യമില്ലെന്നായിരുന്നു ചില വേദപണ്ഡിതാക്കന്മാരുടെ അഭിപ്രായം. മറ്റൊരു വ്യാഖ്യാന രീതിയാണ് അലഗോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ, അതായത് പ്രതീകാത്മകമായ ദൃഷ്ടാന്ത രൂപകമായ വ്യാഖ്യാനം. എന്താണ് അർത്ഥമാക്കുന്നതെന്നുള്ള പദം അവിടെ കാണുകയില്ല, എന്നാൽ വായിച്ചു വരുമ്പോൾ മനസ്സിലാക്കാം എന്തിനെക്കുറിച്ചാണ് കവി പറയുന്നത് എന്ന്. ഉദാഹരണമായി ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രിയനും പ്രിയയും പഴയ നിയമത്തിൽ യഹോവയ്ക്കും ഇസ്രയേലിനും, പുതിയ നിയമത്തിൽ ക്രിസ്തുവിനും സഭയ്ക്കും പ്രതീകമായി വ്യാഖ്യാനിക്കുന്നു. 3-ാമത്തെ രീതിയാണ് ടിപ്പിക്കൽ ഇന്റർപ്രിട്ടേഷൻ, അതായത് സ്വഭാവാനുസരണം അല്ലെങ്കിൽ സാമ്യാത്മകം എന്നൊക്കെ പറയാം. വർണ്ണ്യരൂപങ്ങളുടെ പശ്ചാത്തലത്തിൽ ചില വസ്തുക്കൾ മാത്രം സാദൃശ്യങ്ങളായി എടുത്ത് വിവരിക്കുന്ന രീതി. ഉദാഹരണത്തിന് ഇവിടെ ധനാഢ്യനായ പ്രശസ്തനായ വലിയവനായ രാജാവ് ഇടയ ബാലികയെ സ്നേഹിക്കുന്നു. അവൾക്ക് പലതിലും പരിമിതിയുണ്ട്, അവൾ കറുത്തവളാണ്, ഇരുൾ നിറഞ്ഞവളാണ് എന്നൊക്കെ പറയുമ്പോഴും അതിനധികമായി ആ രാജാവിന്റെ സ്വഭാവ ഗുണത്തെ എടുത്തുകാട്ടി വ്യാഖ്യാനിക്കുന്ന രീതി. ചില വ്യാഖ്യാതാക്കൾ ഇതൊരു സാങ്കല്പികം, അതായത് ഒരു ഫിക്ഷണൽ നാടക കാവ്യമാണെന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്നത് 2-ാമത്തെ രീതിയാണ്. ഇവിടെ നാം വായിച്ച വാക്യം, അതാ എന്റെ പ്രിയന്റെ സ്വരം. പ്രിയനെ അഗാധമായി സ്നേഹിക്കുന്ന പ്രിയ ആ സ്വരം കേൾക്കുന്നതിനായി കാത്തിരിക്കുന്നു. അവൻ വരുന്ന വഴികളെക്കുറിച്ച് അവൾ ഓർക്കുകയാകുന്നു. അവൻ മലകളിന്മേൽ ചാടിയും കുന്നുകളിന്മേൽ കുതിച്ചും കൊണ്ട് വരുന്നു. മണവാളന്റെ സ്വരം കേൾക്കുവാൻ മണവാട്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ക്രിസ്ത്യാനികൾ അംഗീകരിക്കുന്ന അലഗോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ അനുസരിച്ച് ക്രിസ്തുവിന്റെ സ്വരം കേൾക്കുക. യോഹന്നാൻ 10:27 എഴുതിയിരിക്കുന്നത്, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകയില്ല. ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. വെളിപ്പാട് പുസ്തകം 3:20 പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ,
ഈ പ്രിയന്റെ ശബ്ദം കേൾക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ആ സ്വരം നിങ്ങളുടെ കാതുകളിൽ കേൾക്കുന്നുണ്ടല്ലോ. പ്രിയന്റെ സ്വരം കേൾക്കുന്നവരെ പ്രിയൻ വസിക്കുന്ന ഇടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ആ സ്വരം കേൾക്കുവാൻ സമയമായി. പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. പ്രിയന്റെ സ്വരം കേൾക്കുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. സദമു